വിശ്വസ്ത എന്ന് കരുതി കൂട്ടുകാരിയെ വീട്ടിൽ താമസിപ്പിച്ച വീട്ടമ്മയുടെ മകൾക്ക് സംഭവിച്ച ദുരന്തം. സ്വന്തം കൂട്ടുകാരിയെ വിശ്വസിപ്പിച്ച് കൂടെ താമസിപ്പിച്ച ആലപ്പുഴ സ്വദേശിനിയായ ഇപ്പോൾ മുംബൈയിൽ താമസമാക്കിയ വീട്ടമ്മയ്ക്കും അവരുടെ മകൾക്കും ഉണ്ടായ ദുരന്തം കേൾക്കുക. ഭർത്താവ് മരിച്ചതിനാൽ 15-കാരിയായ ഏക മകളുമൊത്തായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന ഈ വീട്ടമ്മ മുംബൈയിൽ തൻ്റെ വാടക വീട്ടിൽ താമസിച്ചിരുന്നത്. തൻ്റെ നാട്ടുകാരിയും വർഷങ്ങളായി അടുത്തറിയാവുന്ന ആളും പിതാവ് മരിച്ച ഒഴിവിൽ റെയിൽവേയിൽ ആശ്രിത നിയമനം കിട്ടിയ വിജി എന്ന കൂട്ടുകാരി തൻ്റെ ഭർത്താവ് മരിച്ചതിനാൽ താൻ ഒറ്റയ്ക്കാണെന്നും ജോലിക്കായി മുംബൈയിലേക്ക് വരികയാണെന്നും പറഞ്ഞപ്പോൾ ഈ വീട്ടമ്മ മറ്റൊന്നും ആലോചിച്ചില്ല, തൻ്റെ വീട്ടിൽ താമസിക്കാം എന്ന് പറഞ്ഞു. അഭയം കൊടുത്തു. കാരണം നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ മകൾക്ക് ഒരു കൂട്ടാകുമല്ലോ എന്ന് കരുതി. 2019 മുതൽ 2022 വരെ വിജി ഇവരുടെ കൂടെ താമസിച്ചു. ഈ വീട്ടമ്മ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ രാത്രി വിജിയുടെ കൂട്ടുകാരിയായ ശോഭനയും ചില ദിവസങ്ങളിൽ അവരുടെ കാമുകനായ പങ്കജും വീട്ടിൽ എത്തുമായിരുന്നു. വീട്ടമ്മ ഇക്കാര്യം അറിഞ്ഞതേയില്ല. അവരില്ലാത്ത രാത്രിയിൽ മൂവരും ചേർന്ന് 15-കാരിയായ പെൺകുട്ടിക്ക് ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് കലക്കി നൽകി അവളെ ലൈംഗികമായി പീഡിപ്പിക്കുക മാത്രമല്ല, അവസാനം അവളുടെ കാലുവരെ ചവിട്ടി ഒടിക്കുകയും ചെയ്തു. കൗൺസിലിങ്ങിലാണ് ഈ പീഡന വിവരം പുറത്തറിയുന്നത്. സഹായത്തിന് ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഈ അമ്മ നടത്തിയ നിയമപോരാട്ടങ്ങൾക്കൊടുവിൽ മൂവരും ജയിലിലായി. കഴിഞ്ഞ 14 മാസങ്ങളായി അവർ പുറംലോകം കണ്ടിട്ടില്ല. ആ മകൾക്കുണ്ടായ മെന്റൽ ട്രോമയിൽ നിന്നും അവർ ഇതുവരെ മുക്തയുമായിട്ടില്ല. ഈ വീട്ടമ്മയ്ക്കാണെങ്കിൽ അവളെ തനിച്ചാക്കി ജോലിക്കും പോകുവാൻ വയ്യാത്ത അവസ്ഥയാണ്. അതോടൊപ്പം നിയമപോരാട്ടം നടത്തുകയും വേണം. അടുത്ത ആഴ്ചയാണെങ്കിൽ അവൾക്കൊരു സർജറിയും ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. നടന്ന സംഭവങ്ങളെക്കുറിച്ച് ആ വീട്ടമ്മ തന്നെ പറയുന്നത് കേൾക്കുക. മുംബൈയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആലപ്പുഴയാണ് എൻ്റെ സ്വദേശം. ഇവിടെ നേഴ്സാണ്. ഒരു മകളുണ്ട്. ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. ഞാനൊരാൾക്ക് അഭയം നൽകിയതിൻ്റെ പേരിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് എൻ്റെ ലൈഫിൽ. അതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇവിടെ എൻ്റെ അച്ഛൻ്റെ നാട്ടുകാരി, അതേപോലെ തന്നെ ബോംബെയിൽ എനിക്ക് 10-15 വർഷമായിട്ട് അറിയാവുന്ന ഒരു ചേച്ചി, അവർക്ക് താമസിക്കാൻ തൽക്കാലം ബുദ്ധിമുട്ടായി. അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അതായത് അവർക്ക് എന്തോ റെയിൽവേ ജോലിക്കാരിയാണെങ്കിലും എന്തോ കടബാധ്യത വന്നവർക്ക് ലോണൊക്കെ വന്നതിൻ്റെ പേരിൽ അവർക്ക് റെൻ്റ് അടയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ 2019 ഒരു മഴ സമയത്ത് പുള്ളിക്കാരി എന്നോട് വന്നിട്ട് പറഞ്ഞ് എന്നെ കൂടെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൾ ആ സമയത്ത് എതിർത്തിയായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു പോട്ടെ, നമ്മുടെ നാട്ടുകാരിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുള്ളിക്കാരിക്ക് എൻ്റെ കൂടെ താമസിക്കാൻ അനുമതി കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ കുഞ്ഞിനെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പം ബേബി സെറ്റിങ്ങിലാക്കിയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചെന്താ, എൻ്റെ കുഞ്ഞിന് ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു വീട്ടിലൊരാളായി ഞങ്ങൾക്ക് ഒരു കൂട്ടാകുമല്ലോ എന്നേ ഞങ്ങൾ കരുതിയുള്ളൂ. അതിനുശേഷം മോൾക്ക് 2021 അവസാനത്തോടുകൂടി കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പം മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ എന്തോ ചെയ്തെന്ന് പറഞ്ഞിട്ട് അപ്പോഴൊരു കൗൺസിലിങ്ങിനെ ഞാൻ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ കുട്ടിയൊന്നും പറഞ്ഞില്ലായിരുന്നു. അതൊരു മെയിൽ ഡോക്ടറായിരുന്നു. പിന്നീട് അതിന് ശേഷം ഒരു ദിവസം കുഞ്ഞിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ വീണെന്നും പറഞ്ഞ് ആശുപത്രി കൊണ്ടുവരുന്നു. അതിന് ശേഷം ഞാൻ നൈറ്റിലായിരുന്ന സമയത്ത് അതിനുശേഷം ഓപ്പറേഷൻ ചെയ്യുന്നു. അപ്പോഴും ഡോക്ടർ പറയുന്നുണ്ട് ഇത് ബാത്റൂമിൽ വീണതല്ല, കാരണം അവിടെ ദേഹത്ത് ശരിക്കും മുറിവുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം ആ സമയത്ത് ഞങ്ങളെ പെട്ടെന്ന് ആ ഓപ്പറേഷനൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് കുട്ടി അത് ഒന്നോ ഭേദമായി വന്നപ്പം വീണ്ടും കുട്ടി ഒരു ആത്മഹത്യാ ശ്രമത്തിനായിരുന്നു. അങ്ങനെ വീണ്ടും അക്കാലം ഒരിക്കൽ കൂടി ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു ഞങ്ങൾക്ക് പെട്ടെന്ന്. അതിന് ശേഷമാണ് പിന്നെ ഞാൻ നാട്ടിൽ കുഞ്ഞിനെ കൊണ്ട് പോവുകയും നാട്ടിൽ വെച്ച് ഞാൻ കരുനാഗപ്പള്ളി വെച്ച് ഞാനിത് കൗൺസിലിംഗ് നടത്തുകയും ചെയ്തു. കൗൺസിലിങ്ങിൽ കൂടെ ആയിരുന്നു കുഞ്ഞ് പുറത്തു വന്ന ആദ്യത്തെ 1-2 കൗൺസിലിങ്ങിലൊന്നും പറഞ്ഞില്ല. ഒരു 3-4 കൗൺസിലിങ്ങിന് ശേഷമാണ് ആ കൗൺസിലർക്ക് തോന്നിയ ഒരു സംശയമാണ്, കുട്ടി നടക്കുന്നതിൻ്റെ രീതി വെച്ചുള്ള ഒരു സംശയത്തിൻ്റെ പേരിൽ അവർ അതിൽ നല്ലതായിട്ടത് കുട്ടിയോട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വഴി അവളെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം കുട്ടി പറയുന്നത്. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എൻ്റെ കൂടെ താമസിച്ചിരുന്ന സ്ത്രീ, അവരുടെ ഒരു കൂട്ടുകാരി ഗുജറാത്തി ഒരു സ്ത്രീ, അവരുടെ കാമുവിനെ വിട്ട് വിളിച്ചുകൊണ്ട് വന്ന് കുഞ്ഞിന് കൂൾ ഡ്രിങ്ക്സിനകത്ത് എന്തോ കലക്കി കൊടുത്തിട്ട് അബോധാവസ്ഥയിൽ കുഞ്ഞിനെ പീഡിപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ തവണ കുട്ടിക്കെന്തോ പിറ്റേന്നെന്തോ ഒരു വലിയ ബുദ്ധിമുട്ട് പോലെ തോന്നിയിരുന്നത്. അവൾക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കുട്ടിക്ക്. അതിനുശേഷം സെക്കൻഡ് ടൈമിൽ ഇതായി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അതേ ഒരു അവസ്ഥ പോയപ്പോഴാണ് കുട്ടിക്ക് 3ാമത്തെ തവണ അത് അലേർട്ടായി. അവൾക്ക് തോന്നി എന്തോ പറ്റിയെന്ന്. അവളതിനെ എതിർത്തപ്പോഴായിരുന്നു ആ കുട്ടിയെ അയാൾ
കാല് ചവിട്ടി ഒടിക്കുമായിരുന്നു ചെയ്തത്. അതേപോലെ ക്രൂരമായിട്ട് ആ കൊച്ചിനെ മർദ്ദിക്കുമായിരുന്നു ചെയ്തത്. പിന്നീട് അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നു. 2 ഓപ്പറേഷൻ അതിൽ നിന്ന് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. പിന്നെ കൗൺസിലർ തന്നെയാണ് ചൈൽഡ് കെയറിനും അവിടുത്തെ ACPക്കും വിളിച്ചു പറയുന്നത്. അപ്പം ഞാൻ പിറ്റേന്ന് സ്റ്റേഷനിൽ ചെന്നപ്പം പുള്ളിക്കാരൻ പറഞ്ഞ ACP പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് ബോംബെ നടന്ന ഇൻസിഡൻ്റ് ആയതുകൊണ്ട് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് ഞാൻ ബോംബെ പോലീസിനെ ഇൻഫോം ചെയ്തപ്പോൾ അവർ പറയുന്ന അവിടെയാണ് വിക്ടിം ഉള്ളതുകൊണ്ട് അവിടെ ഒരു 0 FIR കേസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ 2 സ്റ്റേറ്റുകാർ കേസ് എടുത്തില്ലായിരുന്നു. അവസാനം കൊല്ലം SP ഓഫീസിൽ പോകുന്നു. അവിടെ ഇതെല്ലാം ഒന്നും ആരുമില്ല. പിന്നെ കേരളത്തിനകത്തെ ഒരു പ്രമുഖ മന്ത്രിയെ കണ്ടു. ഞാൻ ഇക്കാര്യം പറഞ്ഞു, പലരെയും കണ്ടു, പക്ഷെ ആരും അതിനകത്ത് ഇതില്ല. പിന്നെ അവസാനം കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീർന്നതിന് ശേഷം ഞങ്ങൾ തിരികെ ബോംബെക്ക് വരുമായിരുന്നു. ബോംബെക്ക് വന്ന് ഒരു കേസിനെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ഒരു വലുതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന ഒരു നിയമ പോരാട്ടം. ഇവരാരും കേസെടുക്കുന്നില്ല. കേസിനെ പറ്റി സംസാരിച്ച് ഉദ്യോഗസ്ഥർ ആദ്യമേ അവരത് ബാർഗൈനിങ് ആയിരുന്നു. കാരണം 3 പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അതിനുശേഷമായിരുന്നു പിന്നീട് ഞാനത് എല്ലാവർക്കും നാട്ടിൽ വീണ്ടും പോയിട്ട് എല്ലാവർക്കും രജിസ്റ്റർ ചെയ്ത് കത്തയച്ചത്. വക്കീൽ മുഖേന ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും അയച്ചു കൊടുത്തു. എൻ്റെ വീടും പോലീസ് സ്റ്റേഷനും തമ്മിൽ വെറും ഒരു ഹൈവേ ആണ് നടുക്കൂടെ, അപ്പുറത്തും ഇപ്പുറത്തും ആണ്. അതിന് 500 മീറ്ററിനകത്താണ് പോസ്റ്റ് ഓഫീസും. എന്നിട്ട് പോലും അവർ കേസ് അന്വേഷിച്ച് വരാൻ 1 മാസം എടുത്തായിരുന്നു. 2023 കേസ് അന്വേഷിച്ച് വരാൻ ലേറ്റായി. പിന്നെ അത് അന്വേഷിച്ച് വന്നിട്ട് 1 മാസം കഴിഞ്ഞാണ് കുട്ടിയുടെ FIR ഇട്ടതും. FIR ഇട്ടും മെഡിക്കലിട്ടും വീണ്ടും അറസ്റ്റ് ലേറ്റായി. അപ്പം എനിക്ക് മനസ്സിലായി മനഃപൂർവ്വം അതൊരു അറസ്റ്റ് ലേറ്റാക്കുമായിരുന്നു. ആ രാത്രി ഞങ്ങൾ വിളിക്കാൻ ഇനിയും ഈ ഭൂമി മലയാളത്തിലും എത്രയോ മന്ത്രിമാരുടെ വെബ്സൈറ്റ് ചാക്കി അവരെ വിളിക്കുന്ന ഇവരെ വിളിക്കുന്ന ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന ഞാൻ ആ രാത്രി ഓടിയ പോലെ ഒരു വയ്യാത്ത കുഞ്ഞിനിട്ടുണ്ട്. അവസാനം ഞാൻ ഒന്നും ചെയ്തില്ല. രാത്രിയിൽ ഇവിടുത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കും പിന്നെ ഇവിടുത്തെ കമ്മീഷണർക്കും ഒരു ട്വിറ്റർ ചെയ്തായിരുന്നു രാത്രിയിൽ. അതിനുശേഷം ഏകദേശം 2 മണിക്ക് ശേഷം ഞാൻ പ്രധാനമന്ത്രിയുടെ പോർട്ടലിൽ ഒരു ഫോൺ ചെയ്തു. വെബ്സൈറ്റ് ഇങ്ങനെ ഗൂഗിളിൽ നോക്കിയിട്ട് അതിനകത്ത് വെച്ച് ഞാൻ ഫോൺ ചെയ്തു കഴിഞ്ഞപ്പം പക്ഷേ ഭാഗ്യവശാല ഫോൺ എടുത്ത് അവർ എൻ്റെ FIR നമ്പർ മേടിച്ചു. പിറ്റേന്ന് വൈകിട്ട് എന്നെ ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ വിളിക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു 2 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം എന്തോ പിറ്റേന്ന് വൈകിട്ട്, കാരണം കമ്മീഷണർ അടക്കമുള്ളവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വന്നായിരുന്നു. അങ്ങനെ അപ്പോഴത്തേന് വേറെ കാര്യം ഉണ്ടായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ, മലയാള മനോരമ 2 പേപ്പറുകാർ ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കി ഇതിനകത്ത് അറസ്റ്റ് വൈകുന്നതിനെ പറ്റി. അവസാനം പോലീസുകാർക്ക് അത് അറസ്റ്റായി. ഇന്ന് 14 മാസമായിട്ട് അവർ അകത്ത് തന്നെയാണ്. പിന്നെ ബോംബെ സെഷൻ കോർട്ടിൽ നിന്ന് ഇത് ബെയിൽ ഒരു വട്ടം റിജക്റ്റാക്കി ഇത് ഹൈക്കോടതി കയറി. ഹൈക്കോടതി വന്നു കഴിഞ്ഞപ്പം വേറെ ബെയിൽ പരിഗണനയിലാണ്. പക്ഷേ ഇവർക്കിപ്പം ഇറങ്ങാൻ പറ്റില്ല. പിന്നെ അപ്പോഴും പബ്ലിക് പ്രോസിക്യൂട്ടറും ഗവൺമെൻറ് ലോയറും ആയിരുന്നു നമുക്ക്. പക്ഷെ അവർ റെയിൽവേയിൽ നല്ല സ്വാധീനവും അവർ യൂണിയൻകാരുമായി. അപ്പോൾ അവരുടെ ഒരു യൂണിയനകത്തുനിന്ന് ഒരു നല്ല ഫണ്ട് അവർ കിട്ടിയായിരുന്നു അവർക്ക് കേസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. അങ്ങനെ നിന്ന സമയത്താണ് എനിക്ക് തോന്നിയത്, എനിക്കും പ്രൈവറ്റ് വക്കീലിന് അത് നാട്ടിലെ ഒരു നേതാവ് മുഖേന ഒരു നല്ലൊരു വ്യക്തി മുഖേന എനിക്കൊരു വക്കീലിനെ കിട്ടി. ഇപ്പോൾ കേസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്നാലും വക്കീലിൻ്റെ ഫീസൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭയങ്കര അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമേ അല്ല. ഒന്നും 2 ഇപ്പം ഒരാൾ മെഡിക്കൽ ബെയിലിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതുവരെ റിജക്റ്റായിട്ട് നിൽക്കുവാണ്. ഇനി അവർ കൊടുക്കുമെന്ന് അറിയത്തില്ല. 14 മാസമായിട്ട് അവരകത്ത് തന്നെയാണ്. പിന്നെ കുഞ്ഞിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് കൗൺസിലിങ് കണ്ടിന്യൂ വേണം. പിന്നെ ഇപ്പം കൊച്ചിന് ബോഡിക്ക് ഡിസ്ബാലൻസ്, ഹെഡേക്ക്, പിന്നെ എന്താ പറയുന്നത് ഇടയ്ക്ക് തലകറക്കവേ, ഇങ്ങനൊരു പ്രശ്നമുണ്ടായിരുന്നു. ആദ്യമൊക്കെ മരുന്നൊക്കെ കാണിച്ചപ്പം ഫിസിയോതെറാപ്പിയൊക്കെ പറഞ്ഞപ്പോൾ ന്യൂറോ സംബന്ധമായി അതൊക്കെ ഒരുപാട് നോക്കി കഴിഞ്ഞപ്പം പിന്നീട് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് ഇതൊരു സർജറി തന്നെ വേണമെന്ന്. ഞാനൊരു വിധവയാണ്. എൻ്റെ ലൈഫിൽ ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം വന്ന ഒരു ദുരന്തമാണ്. ഞാൻ
പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഹസ്ബൻഡ് മരിച്ച സമയത്തോ ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളും ആരോടും പറയാനോ, എൻ്റെ വീട്ടിൽ പോലും ഒരു മനുഷ്യരോട് ഞാനൊന്നും ഒരു ദിവസം പോലും ഇന്ന് ചെന്നിട്ട് എനിക്ക് ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറയാൻ പോയില്ല. പക്ഷെ ഓപ്പറേഷൻ ഇതൊക്കെ ഒരുപാട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാനതെല്ലാം ഈ 2.5 വർഷം ഞാൻ ഒത്തിരി പേരോടെ കടം മേടിക്കേണ്ടി വന്നു. അതിൻ്റെ പേരിൽ പരസ്യമായിട്ട് വെറും 10,000 രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തർ എന്നെ പരസ്യമായിട്ട് ഫേസ്ബുക്കിലൊക്കെ അപമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ എൻ്റെ അവസ്ഥ ആരോടും ഞാൻ പറഞ്ഞില്ല. ഒത്തിരി എന്താ പറയുന്നത്, സമൂഹം ഞങ്ങളെ മാറ്റി നിർത്തി. ബന്ധുക്കൾ പോലും നമ്പർ ബ്ലോക്ക് ചെയ്തു പോയി. കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വ്യക്തികളില്ല. എല്ലാവരും ഒരു കാലത്ത് ഞങ്ങൾ ബോംബെയിൽ നിന്ന് ചെല്ലുമ്പം എല്ലാവർക്കും സന്തോഷമായിട്ട് ഓരോ സമ്മാനമായിട്ടൊക്കെ ഞങ്ങൾ ചെല്ലുമായിരുന്നു. പക്ഷെ ഇത് കുഞ്ഞിലെ തൊട്ട് പഠിച്ചവർ പോലും മാറ്റി നിർത്തി. പലരും എന്നോട് ചോദിച്ചു, പല സാമൂഹ്യ പ്രവർത്തകരും എന്നോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കേസിന് പോയത്, എന്തിനാ നിങ്ങൾ കേസ് കൊടുത്തു എന്നാണ് ചോദിച്ചത്. ശരിയാണോ? എന്നെപ്പോലെ കഴിവും എന്നെപ്പോലെ ഒന്നുമില്ലാത്തവർ പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താന്ന് പറയട്ടെ, നമുക്ക് അത്രയ്ക്ക് സമ്മർദ്ദം നമുക്ക് താങ്ങാൻ പറ്റില്ല. ഈ വിഷമമൊന്നും ആർക്കും അത്രയ്ക്ക് അനുഭവിച്ചൊരു 1-2 വർഷമായിട്ട് ആരുമില്ല. ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് സത്യം പറഞ്ഞാലേ ഓരോ മനുഷ്യരുടെ പെരുമാറ്റമാണോ, അല്ലെങ്കിൽ എനിക്കറിയാം എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്നും ഞാൻ വിചാരിച്ചു ഇനി എന്ത് വേണമെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ ഈ കേസിനകത്തൊന്നും പുറകോട്ട് മാറില്ല. എൻ്റെ കുഞ്ഞിൻ്റെ തല ദൈവം വരച്ചിരുന്നു. ആ ദൈവം നോക്കും. അത് ഇനി ഒരു ഓപ്പറേഷൻ ബാക്കിയുണ്ട് കുഞ്ഞിനും. എൻ്റെ കേസ് എനിക്ക് നടത്തണം. കാരണം എനിക്ക് ഈ കേസ് ഇനി എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഓരോ ദിവസവും ഓരോ മനുഷ്യരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓരോരുത്തരോടും ഓരോ ദിവസം ഈ 2.5 വർഷമായിട്ട് ഞാൻ 2-2.5 വർഷമായിട്ട് ഞാൻ ഉറങ്ങുന്നില്ല. ഞാൻ ഈ പരക്കം പായുക. ഓരോ മനുഷ്യരെ ഡെയിലി സംസാരിക്കാറുണ്ട് ഈ കേസിന് വേണ്ടിയിട്ട്, എത്രയോ അഡ്വക്കേറ്റ്സിനോട്. കാരണം എൻ്റെതായ ഒരു ശകലം പോലും എനിക്ക് ഇതിനകത്തൊന്നും മാറ്റണ്ട. ഞാൻ ഓരോരോ സംശയങ്ങൾ ഓരോരോ വക്കീലന്മാരോട് ഞാൻ ചോദിക്കാറുണ്ട്. ഒരാൾക്കൊരു സഹായം ചെയ്തതാണ് ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് അതിൻ്റെ വില കൊടുക്കേണ്ടി വന്ന എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതമായിരുന്നു. അതിൻ്റെ ആരോഗ്യം, അതിൻ്റെ ജീവിതകാലം മുഴുവൻ അതിനുള്ള ഒരു ദുഃഖമായിട്ട് മാറിയിരുന്നു. ITV ന്യൂസ് ആരംഭിച്ച ഞങ്ങൾ ജീവിച്ചു കാണിക്കും എന്ന സെഗ്മെന്റ് കണ്ടിട്ടാണ് ഈ അമ്മ ഞങ്ങളെ വിളിച്ചത്. ഇത്രയും പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായിട്ടും ആ അമ്മ മകളുമൊത്ത് പിടിച്ചു നിന്നു. തൻ്റെ മകളോട് ക്രൂരത കാട്ടിയ ആ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ പോരാടുവാൻ ഉറച്ചാണ് ഈ അമ്മ മുന്നോട്ട് പോകുന്നത്. മുംബൈയിൽ റെയിൽവേ ജീവനക്കാരും പ്രബലരുമായ ഈ പ്രതികളോടും അവരുടെ ആളുകളോടും പൊരുതി ഈ അമ്മ ഇതുവരെ പിടിച്ചു നിന്നു. ഈ കേസ് തുടർന്ന് നടത്തണം. മകളുടെ സർജറിയും നടത്തണം. സാമ്പത്തികമായി ആകെ തകർന്നു നിൽക്കുന്ന ഈ അമ്മയെ സഹായിക്കുവാൻ സന്മനസ്സുള്ളവർക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.